ഓം ശ്രീ മഹാദേവി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവരിലേക്കും ദേവി കൃപാകടാക്ഷം, ദേവിയുടെ കൃപാകടാക്ഷം അനുസ്യൂതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമുക്ക് ഇന്ന് ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെ അവസാനത്തെ അധ്യായമായ, അതായത് രഹസ്യത്രയങ്ങളിലെ അവസാനത്തെ മൂന്നാമത്തെ രഹസ്യമാണ് മൂർത്തി രഹസ്യം. ആ മൂർത്തി രഹസ്യം എന്താണെന്ന് നോക്കാം. വൈകൃതിക രഹസ്യത്തിൽ ലക്ഷ്മി ദേവിയെ, അതുപോലെ ആ ഉപദേവം, മറ്റ് ദേവതമാരെ എല്ലാം എവിടെയെല്ലാം വെച്ച് പൂജിക്കണം, എങ്ങനെ പൂജിക്കണം, ആ പൂജാവിധി എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് മഹർഷി സുരഥ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് നമ്മളും മനസ്സിലാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. ആ മഹാദേവിയെ, ആ സർവലോക മാതാവിനാൽ സർവചരാചരങ്ങൾക്കും നാഥയായ ജഗന്മാതാവിനെ പൂജിച്ചാൽ സർവവിധ സൗഭാഗ്യങ്ങളും ലഭിക്കും എന്ന്, അതായത് സകല ലോകങ്ങൾക്കും നാഥയായിരിക്കുന്ന ചണ്ഡികാദേവിയെ വിധിപ്രകാരം പൂജിച്ചാലും എന്ന് മഹർഷി പറഞ്ഞു നിർത്തി. നമ്മളോടും കൂടിയാണ് പൂജിക്കാൻ പറഞ്ഞത്. നമുക്കും നമ്മളാൽ കഴിയുന്നത് പോലെ ആ അർഘ്യങ്ങളും അലങ്കാരങ്ങളും നൈവേദ്യങ്ങളും എല്ലാം വെച്ച് പൂജിക്കാം. നമുക്കടുത്തത് മൂർത്തിത്രയത്തിലെ ആ മൂർത്തി രഹസ്യം എന്താണെന്ന് നോക്കാം. രഹസ്യത്രയത്തിലെ മൂർത്തി രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഋഷിരുവാച, ഋഷി പറഞ്ഞു. ഒന്നാമത്തെ ശ്ലോകം. നന്ദാ ഭഗവതി നാമയാ ഭവിഷ്യതി നന്ദജ സാ സ്തുതാ പൂജിതാ ഭക്ത്യാ വശീകുര്യാജഗത്രയം. നന്ദാ ഭഗവതി നാമഃ എന്ന് പറഞ്ഞാൽ നന്ദാ ഭഗവതി എന്നാണ് പേര്. എന്തുകൊണ്ടാണ് നന്ദ എന്ന് വന്നത് എന്ന് വെച്ചാൽ നന്ദഗോപരുടെ പുത്രിയായി നന്ദ എന്ന പേര്, അതുകൊണ്ടാണ്. അങ്ങനെയാണ് ദേവിക്ക് നന്ദ എന്ന് പേര്. ദേവിയെ ഭക്തിയോടുകൂടി പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്താൽ എന്നാണ്. ഏതൊരു ദേവിയാണോ നന്ദഗോപരുടെ പുത്രിയായി, നന്ദജ എന്ന് പറഞ്ഞാൽ നന്ദനിൽ നിന്ന് ജനിച്ചവൾ, ഭവിഷ്യതി അവതരിച്ചവൾ, പുത്രിയായി അവതരിക്കുമോ, സ ആ ദേവി ഭക്തിയാ പൂജിത സ്തുത ഭക്തിയോടുകൂടി പൂജിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്താൽ ജഗത്രയം വശീകുര്യാത് മൂന്ന് ലോകങ്ങളെയും വശമാക്കി ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് അധീനമാകും, നമ്മുടെ നിയന്ത്രണത്തിലാകും എന്നർത്ഥം. അതായത് ദേവിയെ അനുഗ്രഹിച്ചാൽ നമുക്ക് അധീനമല്ലാത്തത്, നമുക്ക് സാധിക്കാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ നന്ദജാതികൾ, അതായത് നന്ദനിൽ നിന്ന് ജനിച്ച 7 മൂർത്തികളെ കുറിച്ചാണ് ഇനി ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. ആ ജഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവതരിക്കാൻ പോകുന്ന ദേവിമാരെയാണ്, അതായത് നന്ദനിൽ നിന്ന് ജനിച്ച അവതാരങ്ങളായിട്ട് നമുക്ക് 11ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ അവതാരങ്ങളുടെ ധ്യാന ഉപാസനകളെ ഓരോ ദേവിമാരെയും പറ്റി 11ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 11ാം അധ്യായത്തിൽ നന്ദഗോപഗൃഹേ ജാത യശോദാഗർഭസംഭവ തതസ്ഥൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിന്ധ്യാചല നിവാസിനിയായ ഒരു നന്ദജ. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. സാ ദേവി, ആ നന്ദാദേവി, ആ നന്ദനിൽ നിന്ന് ജനിച്ച കനകോത്തമ കാന്തി സാ സുകാന്തി കനകാംബര ദേവി കനകവർണാഭ കനകോത്തമ ഭൂഷണ. ഇതാണ് 2ാമത്തെ ശ്ലോകം. കനകോത്തമ കാന്തി സ സുകാന്തി കനകാംബര ദേവി കനകവർണാഭ കനകോത്തമ ഭൂഷണ. ഇവിടെ സാ ദേവി, ആ നന്ദാദേവി കനകോത്തമ കാന്തി എന്ന് പറഞ്ഞാൽ കനകം പോലെ, സ്വർണം പോലെ ഉത്തമമായ പ്രഭയോടുകൂടിയവളും, സുകാന്തി കനകാംബര എന്ന് പറഞ്ഞാൽ ഏറ്റവും ശോഭയോടുകൂടി, സു എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലത് എന്നുള്ള അർത്ഥമാണ്. ആ കനകാംബരം, അതായത് ആ സ്വർണ്ണവർണ്ണമായ വസ്ത്രത്തോട്, നീരാളം, ദേവി ധരിക്കുന്ന ആ ആടെ പറഞ്ഞിരിക്കുന്നതാണ്. ആ ശോഭയോടുകൂടിയ വസ്ത്രത്തോടു കൂടിയവളും, കനകവർണ്ണാഭ സ്വർണ്ണ നിറത്തോടു കൂടിയവളാണ് ദേവി. കനകോത്തമ ഭൂഷണ, ഇനി ഉത്തമ സ്വർണം കൊണ്ട്, ആ സ്വർണ്ണമയമായ ഉത്തമ ആഭരണങ്ങളോട് കൂടിയവളും ആകുന്നു ആ നന്ദാദേവി. എല്ലാം കനകം പോലെ ഉത്തമ കാന്തിയോട് കൂടിയവൾ, ആ കനക ശോഭയോട് കൂടിയ വസ്ത്രത്തോടു കൂടിയവൾ, അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തോടു കൂടിയവൾ, അതുപോലെ തന്നെ സ്വർണ്ണമയമായി ഉത്തമ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ പ്രഭയോടുകൂടിയ ആഭരണങ്ങളോട് കൂടിയവളും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കനകോത്തമ കാന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം സ്വർണത്തിലെ ഏറ്റവും ഇച്ഛയുള്ളവൾ. ആ ദേവിയെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല, അല്ലേ? ദേവിക്ക് അങ്ങനെ ഒന്നിനോടും മോഹമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം, അല്ലേ? എന്തായാലും പ്രസന്നയാകും ദേവിക്ക് എന്ത്
നമ്മൾ സമർപ്പിച്ചാലും. ഇനി മൂന്നാമത്തെ ശ്ലോകം. കമലാങ്കുശപാശാബ്ജൈരലങ്കൃത ചതുർഭുജ ഇന്ദിരാ കമലാലക്ഷ്മി സാ ശ്രീരുക്മാംബുജാസന. ഇന്ദിര, കമല ഇതെല്ലാം ദേവിയുടെ പേരാണ്. കമല, ലക്ഷ്മി ഇതെല്ലാം. കമലാങ്കുശപാശാബ്ജൈരലങ്കൃത ചതുർഭുജ, ഇവിടെ 4 കൈകൾ, ചതുർഭുജ 4 കൈകളുള്ള ദേവിയാണ്. അലങ്കൃത ചതുർഭുജ, കൈകളിൽ എന്താണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്? കമലാങ്കുശപാശാബ്ജൈ, ശംഖചക്ര ഗദാപത്മമാണ്. കമലം താമര, അങ്കുശം പാശം, അതായത് അങ്കുശം പാശം. ശംഖചക്ര ഗദയല്ല, താമരപ്പൂവ്, തോട്ടി, കയറ്, ശംഖ്. അബ്ജയ് എന്ന് പറഞ്ഞിരിക്കുന്ന അബ്ജത്തിന് താമര എന്നും അർത്ഥമുണ്ട്, ശംഖ് എന്നുമാണ്. ഇവിടെ ശംഖ് എന്നാണ്. കാരണം കമലം ആദ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കമലാങ്കുശം. കമലം, അങ്കുശം, പാശം, അബ്ജയ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അബ്ജം എന്നുള്ളത് ശംഖാണ്. താമരപ്പൂവ്, തോട്ടി, കയറ്, ശംഖ് ഇവകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട 4 കൈകളോട് കൂടിയവളാണ് ദേവി. ഇനി രുക്മാംബുജാസന എന്ന് പറഞ്ഞാലോ? രുക്മാംബുജം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ് തന്നെയാണ്, ആസനമായിട്ടുള്ളവൾ, താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവി. ഇന്ദിര, കമല, ഇന്ദിരയും കമലയും ദേവി തന്നെയാണ്, ലക്ഷ്മിയും ദേവി തന്നെയാണ്, ശ്രീ എന്ന് പറഞ്ഞാലും ദേവി തന്നെയാണ്. അപ്പോൾ ആ ദേവിയുടെ 4 കൈകളിലും താമരപ്പൂവ്, തോട്ടി, കയറ്, ശംഖ് ഇവകളുണ്ട്. ആ ഇവകളാൽ അലങ്കരിക്കപ്പെട്ട 4 കൈകളോടുകൂടിയവളും താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവളും ഇന്ദിരയും കമലയും ലക്ഷ്മിയും ശ്രീയും ദേവി തന്നെയാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ലക്ഷ്മി ധ്യാനത്തിൽ ഈ 2 താമരപ്പൂക്കളെ ചില ദിക്കിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ശാരദാ തിലകത്തിൽ ഒരു ശ്ലോകം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് വിന്ധ്യാവാസിനിയായ ദേവി ചക്രം ശംഖവരാഭയാനി ദദധി എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി 4ാമത്തെ ശ്ലോകം. യാ രക്തദന്തിക നാമ ദേവി പ്രോക്ത മയാനഘ തസ്യാ സ്വരൂപം വക്ഷ്യാമി ശൃണു സർവഭയാവഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ 3ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇന്ദിര, കമല, ലക്ഷ്മി ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ദേവിയായിരുന്നു അല്ലേ. 2ാമത്തെ ശ്ലോകത്തിലോ വിന്ധ്യാചല നിവാസിനിയായ ആ നന്ദജയായ ഭഗവതിയുടെ ഓരോ രൂപങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. യാ രക്തദന്തിക, ഇവിടെ രക്തദന്തിക എന്ന് പറഞ്ഞിരിക്കുന്നത് ആ രക്തദന്തിക എന്നുള്ള പേര് വന്നത് നമ്മൾ 11ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. അതായത് ഇങ്ങനെ മാംസവും അതുപോലെ അസുരന്മാരെയൊക്കെ ഭക്ഷിച്ച് രക്തനിറത്തിലുള്ള ദന്തങ്ങളോട് കൂടിയ അവളായതുകൊണ്ടാണ്, രക്തനിറത്തിലുള്ള ദന്തങ്ങളോട് കൂടിയവളായതുകൊണ്ടാണ് രക്തദന്തിക എന്ന് വിളിക്കുന്നത് എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ യാ രക്തദന്തിക, ആരെയാണോ രക്തദന്തിക എന്ന് വിളിക്കുന്നത് ആ നാമത്തോടു കൂടിയവൾ ദേവി, ആ ദേവിയെ പ്രോക്ത പറയപ്പെടുന്നു. മയ അനഘ എന്ന് പറയപ്പെടുന്നു. എന്താണ് മയ? എന്നാൽ. അനഘ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവൾ അല്ലേ, പാപമില്ലാത്തവൾ. ഇവിടെ മയ അനഘ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാജാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പറയപ്പെടുന്നു. രാജാവ് പാപം ചെയ്യാത്തവനാണ്, പാപമില്ലാത്തവനെ എന്ന് രാജാവിനെ ഋഷി വിളിച്ചതാണ്. തസ്യാത് സ്വരൂപം വക്ഷ്യാമി ശൃണു സർവഭയാവഹം. തസ്യാത് ആ ദേവിയുടെ, തസ്യാത് സ്വരൂപം, ആ ദേവിയുടെ സ്വരൂപത്തെ വക്ഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ആ പാപമില്ലാത്തവനായ ആ സുരഥ മഹാരാജാവേ, നിന്നോട് ഞാൻ ദേവിയുടെ ആ സ്വരൂപം പറയാം. ശൃണു, കേട്ടാലും. സർവഭയാപഹം എന്ന് പറഞ്ഞാൽ സകല ഭയങ്ങളെയും അപഹരിക്കുന്നത്, അതായത് നശിപ്പിക്കുന്നതായ ആ ദേവിയുടെ സ്വരൂപത്തെപ്പറ്റി ഞാൻ പറയാം. ശൃണു വക്ഷ്യാമി, പറയാം. അഹം വക്ഷ്യാമി, ഞാൻ പറയാം, നീ കേട്ടാലും. സർവപാപങ്ങളെയും സർവഭയങ്ങളെയും ഇല്ലാതെയാക്കുന്ന ആ രക്തദന്തിക എന്ന പേരോടുകൂടിയ ആ ദേവിയെപ്പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. യാ രക്തദന്തിക നാമദേവി പ്രോക്താമയാനഘ തസ്യാസ്വരൂപം വക്ഷ്യാമി ശൃണു സർവഭയാപഹം. ഈ 5ാമത്തെ ശ്ലോകം. രക്താംബര രക്തവർണ രക്തസർവാംഗഭൂഷണ രക്തായുധ രക്തനേത്ര രക്തകേശാദിഭീഷണ. 6ാമത്തെ ശ്ലോകം കൂടെ പറയാം. രക്തതീഷ്ണനഖ രക്തദശന രക്തദന്തിക പതിം നാരീവാനുരക്ത ദേവീ ഭക്തം ഭജേജ്ജനം. രക്താംബര രക്തവർണ രക്തസർവാംഗഭൂഷണ രക്തായുധ രക്തനേത്ര രക്തകേശാദിഭീഷണ
രക്തതീക്ഷ്ണനഖ രക്തദശന രക്തദന്തിക പതിം നാരീവാനുരക്ത ദേവീ ഭക്തം ഭജജ്ജനം. ഇവിടെ രക്താംബര എന്ന് പറഞ്ഞാൽ രക്തനിറത്തിലുള്ള അമ്പരം വസ്ത്രം ധരിച്ചവൾ. രക്തവർണ്ണ എന്ന് പറഞ്ഞാൽ രക്തവർണ്ണത്തോടു കൂടിയവൾ. രക്തസർവാംഗഭൂഷണ എന്ന് പറഞ്ഞാലോ ചുവന്ന നിറത്തിലുള്ള സർവാംഗ ആഭരണത്തോടു കൂടിയവൾ. സർവാംഗം അതായത് ചുവന്ന നിറത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ചവൾ. രക്ത ആയുധ എന്ന് പറഞ്ഞാലോ രക്തനിറത്തിലുള്ള ആയുധങ്ങളോട് കൂടിയവൾ. രക്തനേത്ര ചുവന്ന കണ്ണുകളോട് കൂടിയവൾ. രക്തകേശ തലമുടിക്കും, കേശം തലമുടിയാണ്, രക്തനിറത്തിലുള്ള തലമുടിയോട് കൂടിയവൾ. അതിഭീഷണ എല്ലാം ഇങ്ങനെ രക്തനിറത്തില്ല, നമുക്ക് കാണുമ്പോൾ ഒരു ഭയാനകമായിട്ട് ഫീൽ ചെയ്യത്തില്ല. അതാണ് അതിഭീഷണ. അത്യന്തം ഭയത്തെ, കാണുന്നവർക്ക് ഭയത്തെ കൊടുക്കും. പക്ഷേ ഭക്തന്മാരോട് അങ്ങനെ ഭയം ജനിപ്പിക്കുന്ന രൂപം കാണിക്കുകയോ? ഒരിക്കലുമില്ല. രക്തതീക്ഷ്ണ നഖ നല്ല മൂർച്ചയുള്ള നഖങ്ങളോടുകൂടിയ, അതായത് ചുവന്നതാണ് നഖങ്ങളും. രക്തദശന എന്ന് പറഞ്ഞാൽ പല്ലുകളും ചുവന്നിരിക്കുകയാണ്. രക്തദന്തികാദേവി, ആ രക്തദന്തികാദേവിയുടെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഭക്തം ജനം ഭക്തനായവനെ, നാരി ഉത്തമയായ സ്ത്രീയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പതിം ഇവ, അതായത് ഉത്തമയായ സ്ത്രീ ഭർത്താവിനെ എന്ന പോലെ, അനുരക്ത അനുരാഗത്തോടു കൂടിയവളായിട്ട്, ഭജിക്കും എന്ന്. അത്ര വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടി ഉത്തമയായ ഒരു സ്ത്രീ, അത്യന്തം അനുരക്തയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ എങ്ങനെ സേവിക്കുന്നുവോ അതുപോലെ അനുരാഗത്തോടു കൂടിയവളായിട്ട് ഈ രക്തദന്തികാദേവി തൻ്റെ ഭക്തനായവനെ, ഭക്തം ജനം ഭക്തനായവനെ സേവിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടെ നാരി ഭർത്താവിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് അനുരാഗത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കാനായിട്ട്, അതിൻ്റെ തീവ്രത വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ഇനി വസുധേവ വിശാല സാ സുമേരിയുഗളസ്ഥനി ദീർഘലംബാവതിസ്ഥൂലൗ താവതീവ മനോഹരൗ കർക്കശാവതികാന്തൗ തൗ സർവാനന്ദവയോനിധി ഭക്താൻ സംപ്രായേ ദേവി സർവകാമദുഃഖൗ സ്തനൗ. ഇവിടെ വസുധേവ വിശാല എന്ന് പറഞ്ഞിരിക്കുകയാണ്. സാ സുമേരിയുഗളസ്ഥനി ദീർഘലംബാവതി സ്ഥൂലൗ താവതീവ മനോഹരൗ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം അടുത്ത വീഡിയോയിൽ പറയാം. ഇത് ഇത്രയും മതി. നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.